ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തി. വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പുരോഹിതർക്കൊപ്പം നരേന്ദ്രമോദി ചിലവഴിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം ഇനി അവിടെ ചടങ്ങുകളൊക്കെ തന്നെ നടന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുരോഹിതർ സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി പുരോഹിതന്മാരും സഭാ വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികളൊക്കെ തന്നെ ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് നിമിഷം ധന്യമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, പ്രധാനമന്ത്രി ഇപ്പോഴും അവിടെ ചിലവഴിക്കുകയാണോ? പുരോഹിതർ ആരൊക്കെയാണ് ഇപ്പോൾ ചടങ്ങിലുള്ളത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാണ്ട് 40 മിനിറ്റായി ഇവിടെ കത്തീഡ്രലിന് സമീപത്തുള്ള സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിന് സമീപത്തുള്ള ബിഷപ്പ് കോൺഫറൻസിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ചെലവഴിക്കുകയാണ്. ഇവിടെ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. നേരത്തെ ഒന്നും പ്രധാനമന്ത്രി ഇത്ര വിപുലമായ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ നേരിട്ട് പോയി പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം പ്രധാനപ്പെട്ട മത നേതാക്കൾക്ക് ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതല്ലാതെ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. പ്രധാനമന്ത്രി എത്തിയപ്പോൾ ബിഷപ്പുമാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു, വേദിയിലേക്ക് കൊണ്ടുവന്നു. വേദിയിലെത്തിയ ശേഷം അവിടെ ആദ്യം സ്റ്റീഫൻ ദേവസ്യയുടെ 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്രിസ്മസ് ഗാനം ആലപിച്ചു കുട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കുട്ടികൾ അഭിനയിക്കുന്ന കാഴ്ചയുണ്ടായി. അതിനുശേഷം വീണ്ടും ക്രിസ്മസ് ഗാനം. അതിനുശേഷം പ്രധാനമന്ത്രിയെ പൊന്നാട അണിയിച്ചു. അല്പസമയത്തിനകം അദ്ദേഹം ക്രിസ്മസ് സന്ദേശം നൽകും. അതിനു വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റ് നേരം കൂടി പ്രധാനമന്ത്രി ഇവിടെ ചെലവഴിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് പുറത്ത് ഇത്ര വിപുലമായ ഒരു ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2023 ഏപ്രിൽ മാസം അദ്ദേഹം ഈസ്റ്റർ ദിനത്തിൽ ഇവിടെ എത്തി കുറച്ചധികം സമയം ഈ ബിഷപ്പ് കോൺഫറൻസ് ആസ്ഥാന മന്ദിരത്തിന് സമീപത്തുള്ള സേക്രഡ് ഹാർട്ട് പള്ളിയിൽ ചിലവഴിച്ചിരുന്നു. എന്നാൽ ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.